കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. എപ്പോഴാണ്? കർത്താവിനോട് താഴ്മയോടെ ചേർന്ന് നിൽക്കണം. താഴ്മയോടെ ചേർന്ന് നിൽക്കണം. അപ്പോ ഉയർന്നു നിൽക്കരുത്, എളിമയോടെ ജീവിക്കണം, താഴ്മയോടെ ജീവിക്കണം. മനുഷ്യൻ നിസ്സാരനാണ് എന്ന് കരുതണം. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം, ഒരു പൊടി മാത്രം എന്ന് വിചാരിക്കണം. നമ്മുടെ എല്ലാ ബലവും എല്ലാ ശക്തിയും അവസാനിക്കുന്ന നിമിഷങ്ങളും നാഴികകളും ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് എളിമയോടെ ജീവിക്കുമ്പോൾ കലഹങ്ങളും വഴക്കുകളും വൈരാഗ്യവും വെറുപ്പും പ്രതികാര ചിന്തയും എല്ലാം കളഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ എളിമയോടെ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തും, അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കും. എളിമയുള്ളവരുടെ കൂടെ എപ്പോഴും പരിശുദ്ധാത്മാവ് ഉണ്ടാവും. കലഹങ്ങളും വഴക്കുകള്, കോപം, ദേഷ്യം, വെറുപ്പ്, വൈരാഗ്യം, പടലപ്പിണക്കം, മാത്സര്യം, ക്രോധം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് എളിയവരുടെ തലത്തിലേക്ക്, വചനം പറയുകയാണ്, ഔദ്ധ്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരണം.